പുറമേക്ക് വിപ്ലവകാരിയും അകമേ പൂന്താനവും. ഇങ്ങനെ ദ്വിമുഖമായിട്ട് ജീവിക്കുക. കാര്യത്തോടൊക്കെ ജീവിതത്തിൻ്റെ കാതലിനെ സ്പർശിക്കുന്ന എല്ലാ സന്ദർഭത്തിലും മലയാളി തനി ജാതിവാദിയാകുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് കേരളത്തിലെ പത്രങ്ങളിലെ ക്ലാസ്സിഫൈഡ് പരസ്യങ്ങൾ. നിങ്ങളെ വിവാഹ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ജാതി എന്താണ് ചെയ്തത്? ഇന്ത്യയെ ഏകീകരിച്ചു. ജാതി ഇന്ത്യ വെട്ടിപ്പിളർന്നു. ജാതി മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തെ ഇല്ലാതാക്കി, മനുഷ്യർക്കിടയിലെ സ്നേഹത്തെ ഇല്ലാതാക്കി. മനുഷ്യർ പരസ്പരം സഹഭോജനം നടക്കുന്നതിനും മനുഷ്യര് അന്യോന്യം വിവാഹം ചെയ്യുന്നതിനെയും ജാതി വ്യവസ്ഥ ഭീകരമായി തടസ്സം നിന്നു. സഹോദരൻ അയ്യപ്പൻ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ക്രൂരതകളെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സന്ദർഭത്തിൽ പന്തിഭോജനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈഴവ സമുദായത്തിലെ തന്നെ വിജ്ഞാനവർദ്ധിനി സഭ വിലക്കി. ഈഴവ സമുദായത്തിൻ്റെ തന്നെ ഒരു കൂട്ടായ്മയാണ് വിജ്ഞാനവർദ്ധിനി സഭ ചെറായി. പന്തിഭോജനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിലക്കേർപ്പെടുത്തി. അവരെ വിവാഹങ്ങളിലും മറ്റനുഷ്ഠാനങ്ങളിലും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് വിജ്ഞാനവർദ്ധിനി സഭ കൽപ്പിച്ചു. നാരായണ ഗുരുസ്വാമികൾ പന്തിഭോജനത്തെ അനുകൂലിക്കുന്നില്ലെന്ന് വിജ്ഞാനവർദ്ധിനി സഭ നോട്ടീസ് അടിച്ചിറക്കി. ഈ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുസ്വാമികളെ ചെന്ന് കണ്ട് ഈ പ്രയാസങ്ങൾ പറഞ്ഞു. ഗുരു പറഞ്ഞു, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ഈ ഹിന്ദുമതം എന്നറിയപ്പെടുന്ന മതത്തിൽ ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ നാരായണ ഗുരുസ്വാമികൾ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ തനിക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞ ഗുരു അങ്ങനെ ക്ഷമിക്കാൻ പറയൂ? ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് നാരായണ ഗുരുസ്വാമികൾ ആരോട് പറഞ്ഞു? സ്വന്തം ശിഷ്യനോട് പറഞ്ഞു. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഒറ്റ വരിയിൽ ഭഗവത്ഗീതയുടെ വിമർശനം ഗുരു സാധ്യമാക്കി. ഒറ്റ വരിയിൽ ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കും. മറ്റൊരർത്ഥത്തിൽ കേരളത്തിൽ ഗാന്ധി വന്ന സന്ദർഭത്തിൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു. നോൺസെൻസ് എന്ന് പറഞ്ഞ് ഗാന്ധി എഴുന്നേറ്റ് പോയി. നോൺസെൻസ് എന്ന് പറഞ്ഞ് ഗാന്ധി എഴുന്നേറ്റ് പോയി. എറണാകുളത്ത് വന്നപ്പോൾ, പള്ളുരുത്തി വന്നപ്പോൾ മംഗളപത്രം കൊടുത്തു സഹോദരൻ അയ്യപ്പൻ ഗാന്ധിക്ക്. ആ മംഗളപത്രത്തിൽ, ഇന്ന് മംഗളപത്രം എന്നൊക്കെ പറഞ്ഞ സ്തുതികളാണല്ലോ, ആ മംഗളപത്രത്തിൽ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നത്, ദളിതർക്കുള്ള പ്രത്യേക അവകാശത്തിന് വേണ്ടി സംവരണം അനുവദിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം അങ്ങ് നിരാഹാരം കിടന്നു. പക്ഷെ ഞങ്ങൾ അംബേദ്കറെ അനുകൂലിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്, അംബേദ്കറെ അനുകൂലിച്ചുകൊണ്ട് ഗാന്ധിക്ക് മംഗളപത്രം കൊടുത്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ. ഗുരുവിൻ്റെ അടുത്ത് ചെന്നു അയ്യപ്പൻ പറഞ്ഞു, ഇങ്ങനെ പലതരത്തിൽ പന്തിഭോജനത്തിനെതിരായി പല വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും നടക്കുന്നു. തൃപ്പാദങ്ങൾ വേണ്ടത് കൽപ്പിക്കുക. ഗുരു എഴുതി കൊടുത്തു. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനം ചെയ്യുന്നതിന് യാതൊരു ദോഷവും നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 11ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ത്രിലോചന ശിവാചാര്യർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ശൈവ സിദ്ധാന്താചാര്യൻ എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്നത് ഭോജനം എന്ന, പന്തിഭോജനം തെറ്റാണ് എന്ന് ത്രിലോചന ശിവാചാര്യരുടെ പ്രായശ്ചിത്ത സമുച്ചയത്തിൽ പറഞ്ഞു വെക്കുന്നു. 11ാം നൂറ്റാണ്ടിൽ നിന്നും ഗുരുദേവനിലേക്ക് എത്തുമ്പോൾ ഗുരു പറയുന്നത് എന്താണ്? അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും. എന്താണ് അതിനൊരു യുക്തിയുണ്ട്. എന്താണ് യുക്തി? അവരുടെ ജാതി ഒന്നായതുകൊണ്ട്. എന്താണ് അവരുടെ ജാതി? മനുഷ്യജാതി. ഈ മനുഷ്യൻ്റെ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി, ആ ജാതിയിലേക്കാണ് നമ്മൾ കൂടുതൽ ഉയർന്നു പോകേണ്ടത് എന്നുള്ളതാണ് ഗുരുസ്വാമികൾ സൂചിപ്പിച്ചത്.